ഞാനൊരു 4 കൊല്ലം മുൻപേ ഡയറക്റ്റ് കണ്ടതാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് ഡിസ്പ്ലേ വണ്ടിയിട്ട് വരുമ്പോൾ സലാത്ത് നഗർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. 10-12 മൊയ്ലാരി വിട്ടോളൊരു നീല വക്കറ്റിൻ്റെ മുകളിൽ, ചെറിയൊരു വക്കറ്റിൻ്റെ മുകളിൽ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ച കറുപ്പിൽ സലാത്ത് വക 20 നടന്നു പോകണവരോടും സൈക്കിളിന് പോകണവരോടും മോട്ടോർ സൈക്കിളിന് പോകും ബസ്സുകാരോടും എല്ലാവരോടും. അതിൽ അമുസ്ലിങ്ങളും ഉണ്ടല്ലോ പൈസ. അപ്പം റസൂലിൻ്റെ വലിയ മാവ് പറഞ്ഞ ഒരു പിച്ച മലയാളത്തിൽ പച്ച മലയാളത്തിൽ പിച്ചെടുക്കല്ല റോഡിൻ്റെ മുകളിൽ. അതൊന്ന്. രണ്ടാമത് എൻ്റെ പേരൻ്റെ അടുത്ത് എൻ്റെ നാടിൻ്റെ അടുത്തൊരു പള്ളിയിൽ ഞാൻ നിസ്കരിയായപ്പോൾ വെള്ളിയാഴ്ചൻ്റെ കലക്ഷനോട് എഴുതി വെച്ചൊരു ബോർഡിൻ്റെ മുകളിൽ സലാത്ത് വക 1800, പള്ളി പരിപാലന കമ്മിറ്റിക്ക് 1000 റുപ്യ. അപ്പം അവിടുത്തോട് പാടുന്നത് ഹറാമിന് 1800, ഹലാലിന് 1000 ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞ സലാത്തല്ല ആയിക്കോട്ടെ അറിയും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ മാസാന്ത സലാത്ത്, നമ്മളെ വയലിൻ്റെ അവിടെയൊക്കെ ഒരു മാസാന്ത സലാത്തിന് വാർപ്പ് ചെയ്തു. അപ്പം ഇതിന് കൂടി ഒരു മൊത്തം ചോദ്യമാണ്, ഈ റസൂലിൻ്റെ പേരിലൊക്കെ സലാത്തിന് പിരിവെടുത്തിട്ട് ഈ പൈസ കൊണ്ട് ഒരാഴ്ചയിലെ മാസം കൂടി സലാത്ത് ചൊല്ലി അതിലേക്ക് ഈ പൈസ കൊണ്ട് പിരിവുകൊണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് ആ ഭക്ഷണം കഴിച്ച് ഇതിനൊരു ഒരു ഭാഗം ആ മൊയ്ലാർക്ക് കൊടുക്കുന്ന തലയെ കെട്ടിയാനൊക്കെ അവൻ ഈ പൈസ കൊണ്ടുപോയിട്ട് ഓൻ്റെ പെണ്ണുകൾക്ക് കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുന്നു. ഇത് ഹറാമോ ഹലാൽ കൊടുക്കണോ കുറ്റക്കാരനാണോ? സലാത്ത് ചൊല്ലി ഭക്ഷണം കഴിക്കണ കുറ്റക്കാരനാണോ? ഈ മൊയ്ലാർ ചെയ്യണ ഈ പൈസ കുടുംബത്തിൽ കൊടുക്കണേ ഹറാമോ ഹലാലോ? അതിന് മറുപടി അദ്ദേഹത്തെ ദീനിയായ ആ ഒരു ധർമ്മരോഷമാണ് ആ സംശയത്തിൽ നമ്മൾ കാണുന്നത്. അത് പ്രശംസനീയവുമാണ്. പിരിവെടുത്തു എന്നതല്ല അതിലെ കുറ്റം. സ്വാഭാവികമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പിരിവെടുക്കേണ്ടി വരും. നമ്മൾ ഇവിടെയും പിരിവെടുത്തു. ഇപ്പോൾ എടുത്ത ജോലിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിരിവെടുത്തതല്ലല്ലോ പ്രശ്നം. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സ്വലാത്ത് പിരിവെടുത്തു, ആ പിരിവെടുത്തി നമ്മൾ ആക്ഷേപിക്കില്ല. അതായത് ആ പ്രോഗ്രാം തന്നെ തെറ്റിയിട്ടാണെങ്കിലോ പിന്നെ പിരിവേദം തെറ്റി, അസുരനെ പഴിച്ചതാണ്. പിന്നെ അതിൽ സ്ഥാപിതമായ ബാക്കിയെല്ലാം സ്വാഭാവികമായും പൊളിഞ്ഞതായി മാറും. അതാണ് അതിൻ്റെ ബേസ്. സ്വലാത്താവട്ടെ, ദിക്റാവട്ടെ, ദുആ ആവട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും ആത്മീയമായ ചൂഷണങ്ങൾ പാടില്ല എന്നാണ് അസ്ലി. അതിനിപ്പോൾ 5 വക്ത് നിസ്കരിച്ചാണ്ട് പിരിവെടുക്കുകയാണെങ്കിലും ഹുക്കം അങ്ങനെ തന്നെ ആയിരിക്കും. അത് സ്വലാത്തുകൊണ്ട് മാത്രമല്ല, ആത്മീയ ചൂഷണം എന്തിൻ്റെ പേരിൽ വന്നാലും, മതത്തിൽ സ്ഥിരപ്പെട്ടൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പേരിൽ ചൂഷണം നടന്നാലും ആ ചൂഷണവും സ്വീകാര്യമല്ല. അത് മുൻഗാമികൾ വലിയ ഗൗരവമായി കണ്ടിട്ടുണ്ട്. ഒരു ആനുകൂല്യവും മതത്തിൻ്റെ പേരിൽ നേടാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മുൻഗാമികളുടെ മാതൃക. ദീനിൻ്റെ ആളായിപ്പോയി, ഒരു ആലിമായി അല്ലെങ്കിൽ മതത്തിൻ്റെ സേവകനായി അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം അതവർ ആഗ്രഹിച്ചിരുന്നില്ല, ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് പൊതുവേ മുൻഗാമികൾക്ക് പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ കാരണവർ സൂചിപ്പിച്ച പോലെ ഇതെല്ലാം കച്ചവടമായി മാറി. ദിക്റും ദുആയും സ്വലാത്തും നബി സ്നേഹവും മഹാന്മാരും ഖബറുകളും തുടങ്ങി എല്ലാത്തിനെയും ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് ചൂഷണോപാധിയായി മാറുന്നുവെന്നത് ഏറെ വേദനയുള്ള കാര്യമാണ്. ഇമാം ദാരിമി റഹിമഹുല്ലാ സുനനുദ് ദാരിമി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ ഒരു സംഭവമാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി മദിയൻ എന്ന നാട്ടിലേക്ക് എത്തിയ കഥ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അവിടെ ചെന്ന് 2 പെൺകുട്ടികൾ വെള്ളം കോരി കൊടുത്തതും പിന്നീട് തണലേക്ക് മാറി നിന്നതും അതിനുശേഷം ആ പെൺകുട്ടി ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ വാപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്, വെള്ളം കോരിത്തന്നതിന് പ്രതിഫലം തരാൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പദം ഖുർആൻ ഉപയോഗിച്ചത്. അദ്ദേഹം ആ കുട്ടിയുടെ കൂടെ പോയി വീട്ടിൽ ചെന്നു. ആ വാപ്പ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്, എനിക്ക് ആ ഭക്ഷണം വേണ്ടാന്ന്. അപ്പം ഈ വാപ്പ ചോദിച്ചു, എന്താണ് വിശപ്പില്ലേ? വിശപ്പുണ്ട്. പിന്നെ എന്താ ഭക്ഷണം വേണ്ടത്? നിങ്ങളെ മകൾ പറഞ്ഞത് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നതാണ്. ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനൊക്കെ. ലാ നബീഉ ശൈഅൻ മിൻ ദീനിനാ ബിമിൽഇൽ അർളി ദഹബ. ഭൂമി നിറയെ സ്വർണം തന്നാലും ദീന് വിൽക്കാത്ത കുടുംബത്തിലെ മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ മകളെ സഹായിച്ചതിന് പകരം എനിക്കൊരു ആനുകൂല്യം വേണ്ട. അതാണ് നമ്മുടെ മാതൃക. അപ്പോൾ ആ വാപ്പ പറഞ്ഞു, ഇത് പ്രതിഫലമല്ല. അത് ഞാൻ വേറെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു പൈതൃകമാണ്. ആര് വന്നാലും അതിഥിയായി സ്വീകരിക്കുക, ഭക്ഷണം കൊടുക്കുക, ആ ആതിഥ്യ മര്യാദ പ്രകാരമാണ്. ശരി, എന്നാൽ ഞാൻ കഴിച്ചോളാം. അദ്ദേഹം കഴിച്ചുവെന്നാണ് ഇമാം ദാരിമി സുനനുദ് ദാരിമി റിപ്പോർട്ട് ചെയ്ത സംഭവം. അപ്പം മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ പാടില്ല. അത് സ്വലാത്ത് ചൊല്ലിയിട്ടാണെങ്കിലും ശരി,
ദിക്റിന്റെ പേരിലാണെങ്കിലും ശരി, വഴുതു പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഏത് പേര് പറഞ്ഞാലും മതത്തിന്റെ പേരിലെ ചൂഷണങ്ങൾ, അത് സാമ്പത്തികം മാത്രമല്ല, സമ്പത്ത് ചൂഷണം ചെയ്താലും എനർജി ചൂഷണം ചെയ്താലും സമയം ചൂഷണം ചെയ്താലും അതൊക്കെ ഒരർത്ഥത്തിൽ ചൂഷണങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന സമ്പത്താണെങ്കിൽ അതൊരിക്കലും അനുവദനീയമായ ഹലാലായ സമ്പത്തല്ല, സംശയം ഏതുമില്ല. അത് ഉസ്താദുമാർ ചെയ്താലും അല്ലാത്തവർ ചെയ്താലും ഇനി ആര് ചെയ്താലും അതൊന്നും സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയവുമല്ല. നമ്മുടെ നാടുകളിൽ പൊതുവെ ഇന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞു. മതം എന്നത് കച്ചവട വസ്തുവായി മാറി. മതത്തിന്റെ ലേബലിൽ സാധാരണക്കാർ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാം ഇന്ന് കച്ചവടച്ചരക്കായി, വിൽപ്പനച്ചരക്കായി ഇന്ന് മാറിയിരിക്കുന്നു. മതം എന്നത് ഒരു കച്ചവടത്തിന് പറ്റിയ മൂലധനമായി, ഏറ്റവും നല്ലൊരു ക്യാപിറ്റലായി ഇന്ന് മാറ്റിക്കഴിഞ്ഞു. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം സമ്പാദ്യങ്ങൾ അനുവദനീയമായ സമ്പാദ്യങ്ങളുമല്ല. എന്നാൽ മതത്തിന്റെ പേരിൽ, മതത്തിനു വേണ്ടിയുള്ള പള്ളി ഉണ്ടാക്കാൻ പിരിവെടുത്തു. അപ്പോഴത്തെ ചോദിക്കാം, 5 നിസ്കരിക്കുന്ന പേരിൽ എങ്ങനെ പിരിവുണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ അത് പള്ളി ഉണ്ടാക്കാനാണ്. എന്നാൽ പള്ളിയുടെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുകയാണെങ്കിലോ അത് പാടിപ്പം മുടിപ്പള്ളി വന്നു, അത് പള്ളിയിലെ മുടിയില്ലാത്ത കൊലത്താണ് പിന്നെ പോയത്. അത് പറ്റൂല. അപ്പൊ പേര് പള്ളിയാണെങ്കിലും സംഗതി ചൂഷണമായിരുന്നു. മുടി വെക്കാൻ എന്ന് പറഞ്ഞു സംഗതി മൂടി വെക്കാനായിരുന്നു, പക്ഷേ പറഞ്ഞത് മുടി വെക്കാനാണ്. അങ്ങനെ ഒരു പള്ളി, അത് പള്ളിയിട്ട് കൂട്ടാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ പിരിച്ചാലോ അത് ചൂഷണമാണ് താനും. അങ്ങനെ ഓരോരോ പേരുകളിൽ പള്ളിയായാലും വേണ്ടില്ല, മറ്റെന്തായാലും വേണ്ടില്ല, പൊതുവായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൂഷണോപാധിയാക്കി മാറ്റുന്നുവെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ബിദ്അത്തിന്റെ പേരിൽ, ശിർക്കിന്റെ പേരിൽ, ഖുറാഫത്തുകളുടെ പേരിൽ, മതമല്ലാത്തവയെ മതമായി അവതരിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ, അതെല്ലാം ഈ ഹറാമായ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളൊക്കെ സൂക്ഷ്മത പാലിക്കുക. മതത്തിന്റെ ഭാഗമായി നമ്മളിലൊന്നും അങ്ങനെ ഏതെങ്കിലും നിലക്കുള്ള അനർഹമായ ഒന്നും വന്നു ചേരാതിരിക്കാൻ സംസാരിക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പടച്ചിറപ്പ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുവാനും ഹലാലു മാത്രം ഭക്ഷിക്കുവാനും ഹറാമിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും നമ്മൾ തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഉപജോതി പൈസ കൊടുക്കണത് ഹറാമാണോ ഓല് നാളെ അതിന് സമാധാനം പറയണോ? ഇത് പിരിവ് കൊടുക്കുന്നവര് ഇതിന് നാളെ അള്ളാഹിന്റെ മുമ്പിൽ സമാധാനം പറയണോ? അതിനൊരു ആൻസർ. രണ്ടാമത് ഒന്ന് വേണം, നമ്മുടെ നാട്ടിൽ ദൗവാർ കോളേജ് ഉണ്ടായിരുന്നു, AP-ന്റെ ഒരു കോളേജ്. അത് ഉദ്ഘാടനം ചെയ്തത് 5-6 കൊല്ലം മാസാന്ത സ്ഥലത്ത് 1500 സ്ഥിരം മെമ്പർമാരെന്ന് പറഞ്ഞ സ്പീക്കർ കെട്ടിട്ട് മറ്റേ ജീപ്പിൽ തന്നെ വിളിച്ച് പറഞ്ഞ മറ്റേ മുജാഹിദിന്റെ പേടി സ്വപ്നവും മറ്റേ AP-ആണ് ഇത് നടത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അപ്പം അവർക്ക് മനസ്സിലായിട്ട് അത് വെറുതെ ഒന്ന് പറയാൻ സൂചിപ്പിച്ചാണ്. ഇപ്പം ഇല്ല, അത് നിർത്തി. പിന്നെ ഇന്ന മെയിൻ ചോദ്യം, ഇതിന് പൈസ കൊടുക്കണോ, ഈ പൈസ തിന്നിടണോലും നാളെ അള്ളാഹിന്റെ മുമ്പിൽ സമാധാനം പറയണോ വേണ്ട, അതിന് മറുപടി. തീർച്ചയായും അതിന് പണം കൊടുക്കാൻ പറ്റൂല, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റായ കാര്യങ്ങൾക്ക്, ശത്രുപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾക്ക്, ശിർക്കായ കാര്യങ്ങൾക്ക്, ബിദ്അത്തായ കാര്യങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക്, അതിൻ്റെ പ്രചാരണങ്ങൾക്കൊന്നും പണം ചെലവഴിക്കാൻ പാടില്ല, സമയം ചെലവഴിക്കാൻ പാടില്ല. നമ്മുടെ പണം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ സമയം ചോദ്യം ചെയ്യപ്പെടും. അതൊക്കെ ഹറാമിന് വേണ്ടി അല്ലെങ്കിൽ ഹറാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ പടച്ചറബിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും, ഉത്തരം പറയേണ്ടി വരും. ഹലാലായ വഴിക്ക് മാത്രം അല്ലെങ്കിൽ പുണ്യകർമ്മമായ വഴിക്ക് മാത്രം, ചുരുങ്ങിയ പക്ഷം ഹറാമല്ലാത്ത, ബിദ്അത്തല്ലാത്ത വഴികളിൽ മാത്രം ചെലവഴിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ആ സൂക്ഷ്മത നമ്മളൊക്കെ പാലിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.